മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അരീക്കോട് ഡിവിഷനിൽ നിന്നുള്ള പി.എ. ജബ്ബാർ ഹാജിയുടെ വൻ വിജയം ജില്ലയിൽ യു.ഡി.എഫിന്റെ ശക്തമായ മേൽക്കൈ വീണ്ടും ഉറപ്പിച്ചതിനൊപ്പം ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. 12,792 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ നേടിയ വിജയം ജില്ലാതല രാഷ്ട്രീയ ചർച്ചകളിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. 32 ഡിവിഷനുകളിൽ 31 സീറ്റുകൾ യു.ഡി.എഫ് നേടിയ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തുടർഭരണം ഉറപ്പായെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം, ഉപാധ്യക്ഷ സ്ഥാനം, സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ എന്നിവ ആരെല്ലാം കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് പാർട്ടി വൃത്തങ്ങളിൽ വിവിധ അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും പുതുമുഖങ്ങളും ഒരേപോലെ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ പ്രധാന ചുമതലകൾക്ക് പരിഗണിക്കപ്പെടുമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയരുന്നത്. അനുഭവവും സംഘടനാ പിന്തുണയും കണക്കിലെടുത്തുള്ള സമവായ ഫോർമുലയാണ് യു.ഡി.എഫ് സ്വീകരിക്കുകയെന്ന സൂചനകളും പുറത്തുവരുന്നു. അതേസമയം ശക്തമായ ഭൂരിപക്ഷം ലഭിച്ചതോടെ വികസന പ്രവർത്തനങ്ങൾക്കും ഭരണപരിഷ്കാരങ്ങൾക്കും മുൻഗണന നൽകുന്ന പുതിയ ഭരണസമിതി രൂപീകരിക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ശക്തമാണ്. ജബ്ബാർ ഹാജിയുടെ വിജയം ഉൾപ്പെടെയുള്ള ഫലങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ ഭരണസാധ്യതകൾ കൂടുതൽ ഉറപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. MX ഗ്രൂപ്പിന്റെ 22ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്കായി MWC Max ഒരുക്കുന്ന കിടിലൻ ഓഫർ. നവംബർ 22 മുതൽ 22 ദിവസം MWC Max ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് 22% ഓഫ്. വിവാഹ പാർട്ടികൾക്കിത് സുവർണാവസരം. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വിഭാഗങ്ങളിൽ കിടിലൻ കളക്ഷനുകൾ. ഈ ഓഫർ നവംബർ 22 മുതൽ 22 ദിവസം മാത്രം. ഉടൻ തന്നെ MWC Max ഷോറൂമുകൾ സന്ദർശിക്കൂ. ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ. 22 വർഷം ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. MWC Max വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കുട്ടനാട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി.